പെട്ടത്. ഇതിന് ചൂടായിട്ട് കാര്യമില്ല. കെ ഉസ്താദ് പറഞ്ഞു വെച്ചുപോയി, അത് യൂട്യൂബിൽ നിൽക്കും ചെയ്തു. വെച്ചോടുക്ക്. എന്നിട്ട് എറണാകുളത്ത് സമ്മേളനം നടന്നു. എന്ത് സമ്മേളനം? സുന്നി സമ്മേളനം. എന്താ സുന്നി? സുന്നി സമ്മേളനം നടന്നേ ആ സ്ഥലത്ത് നിങ്ങളാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരെ തുണിയൊന്ന് പൊന്തിച്ചു നോക്കിയാൽ സുന്നത്ത് കഴിച്ചില്ലാതാണ്. സുന്നത്ത് കഴിക്കാത്ത സുന്നി. അതാണ് നിങ്ങളെ കുറിച്ച് ഏറിപ്പോയാ പറയാൻ പറ്റിയ സംഗതി. അതിന്റെ ഓയത്താണത് അങ്ങേയറ്റം. ഒരു വിഷയത്തിലും സുന്നത്ത് നടന്നിട്ടില്ല. സുന്നി ആകണമെങ്കിൽ അത് നടക്കണമല്ലോ. അപ്പൊ ഇവിടെ കെ ഉസ്താദ് എന്ന് പറയുന്ന മഹാൻ, അവരുടെ മൗലിദൊക്കെ പണ്ട് അവരെ മധുഹൊക്കെ നിങ്ങൾ അതാണ് നിങ്ങൾക്ക് ഇപ്പൊ പ്രശ്നമായതും അവരുടെ വലിയ വലിയ മദ്ഹുകൾ ലോകത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ശംസുലമ കൊടുത്ത ഇജാസത്ത് അത് മദീനാണ്. പിന്നാര് പറയുന്നത്? ശൈഖുൽ മശായിഖ് ശൈഖ് മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ശംസുൽ ഉലമയെ ഒരു നോക്ക് നോക്കിയാൽ 10 ദോഷം പൊറുക്കുമെന്നാണ്. ആരെ വാക്ക? ശൈഖുൽ മശായിഖ് തങ്ങളെ വാക്ക. അങ്ങനെ തന്നെ വിളിക്കാന്നോ. എക്സ് മുസ്ലിം ആരിഫ് ഹുസൈൻ കൊണ്ടടക്കും പോലെ എന്തായാലും എക്സ് മുസ്ലിം എന്നുള്ള വയ്യ ഉണ്ടല്ലോ, അതേ മോഡല് ഹസനി എന്നുള്ളത് നീയും വയ്യ കൊണ്ടടക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ തന്നെ വിളിക്കുക ഷാദ് ഹസനി. ഈ മുമ്പ് നിന്റെ ഷെയ്ഖ് പറഞ്ഞത്, ഇപ്പം നിന്റെ ഷെയ്ഖ് അന്ന് കൊമാട്ടെ അപ്പോ ഒന്ന് പറഞ്ഞത് എപ്പി ഉസ്താദും എന്താ ഉള്ളാൾ തങ്ങളോ ദീന് കൊണ്ടടക്കാന് അവരെ ഏൽപ്പിച്ചതാണ്. സിമലിയുള്ള പറഞ്ഞ എന്തോ ഒരു പോസ്റ്റ് ഏതായാലും ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം, സമയത്ത് വിഷമുണ്ടായ സമയത്ത് മഹാനായ താജുൽ ഉലമ സയ്യിദുകൾ ചെന്നപ്പം ഖുത്ബുൽ പറഞ്ഞത് അൻത അലൽ ഹഖ്, നിങ്ങളെ ഹഖിന്റെ കൂടെയാണ്, ഹഖിലാണ്, അതിൽ തന്നെ അടിയുറച്ചു നിൽക്കണം. എന്റെ വാപ്പ അതേപോലെ കുറച്ച് പ്രധാനപ്പെട്ടവരുടെ സുഹൃത്തുക്കളൊക്കെ അന്നത്തെ കാലത്ത് ഷെയ്ഖുനാന്റെ അടുത്ത് ചെന്നപ്പം ഇങ്ങനെ പ്രശ്നം ഉണ്ടായല്ലോ. ഷെയ്ഖുന പറഞ്ഞത് ദീനിന്റെ കാര്യം നോക്കാൻ ഏപ്പിനെയും കുഞ്ഞിക്കോയ തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട്, അവരോടൊപ്പം കൂടിക്കോളൂ. ഷെയ്ഖുന ഖുത്ബുൽ ആലം ഷെയ്ഖ് മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അന്ന് പറഞ്ഞ വാക്കാണത്. അപ്പൊ ഈ അന്ന് ഇല്ലാത്ത ബോധം പിന്നെ എങ്ങനെ വന്ന് എന്ന് വെച്ചാൽ, എന്തായാലും സിമലിയുള്ള മരിക്കുന്ന വഫാത്താകുന്ന സമയത്ത് കോമാടൻ 8-10 വയസ്സല്ലുള്ളൂ, 12 വയസ്സുണ്ടായി. അപ്പോ അതിനുശേഷം 10-12 വയസ്സായ 25 വയസ്സിനുള്ളിലാണല്ലോ പിന്നെ പറയുന്നത് ഈ പാകിസ്ഥാനെ ഏൽപ്പിച്ചൊക്കെ ഉള്ളാൾ തങ്ങളെയോ പാകിസ്ഥാനും ദീനും പറയാൻ ഏൽപ്പിച്ചൊക്കെ സീമലിയുള്ള അവൻ നോക്കിക്കോളൂ എന്നാണല്ലോ സീമലിയുള്ള പറഞ്ഞു കോമാടൻ തന്നെ പറയുന്നത്. അപ്പൊ അതിനുശേഷം ഇപ്പൊ ഈ ഒരു 4-5 കൊല്ലത്തിന്റെ അല്ല ഇന്നിപ്പം പുനർ പരിപാടിയില്ലേ. അപ്പോ ഈ ഒരു 2-3-4 കൊല്ലത്തിന് ഇങ്ങോട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഒരു മാറ്റം എങ്ങനെ വന്ന്? ഈ സിമലിയുള്ള സ്വപ്നത്തിൽ വന്ന് പറയുകയാണോ എന്തോ? അള്ളാഹു അലോ, നിങ്ങളെ കാര്യമാണ് എങ്ങനെ വരികയെന്ന് പറയാൻ പറ്റൂല. അപ്പോ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞതാണോ ഇപ്പോ ഇതിങ്ങനാണ്, അല്ലെങ്കിൽ ഷംസുലുലമാണ്? ഷംസുലുലമന്റെ മഹത്വം പവറൊക്കെ ഉണ്ട്, അതൊന്നും നമ്മളത് നിഷേധിക്കുന്നില്ല, ആരും നിഷേധിച്ചില്ല. ഈ ഷംസുലുലമ ഒരു പോയത്ത് അങ്ങനെ പാകിസ്ഥാനെ പറ്റി അല്ല പാകിസ്ഥാനെ പറ്റി സുന്നി പോരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തമായും ശക്തമായും കാരണം കൊണ്ട് തന്നെയാണ് അന്ന് 89 ഇറങ്ങിപ്പോയതും. അതിനുശേഷോ നീയും നിന്റെ കോമാടനും ഈ 10-15 വർഷം മുൻപ് വരെ അവരെ വാൽമ തൂങ്ങിയല്ല നടന്നത്. അന്ന് നിന്റത് ആ സുന മുറിച്ചീനോ കട്ട് ചെയ്തിട്ടതായിനോ എന്തോ അറിയാൻ പാടില്ല, ചോദിക്കാട്ടോ. അതിനുശേഷമാണോ ഇപ്പൊ എന്റെ മുറിച്ചിട്ട് ഇപ്പൊ സുന്നിയായത്? അതിന് മുന്നാണല്ലോ ഷംസുലുലമ 10-30-35 വർഷം മുന്നേ പറഞ്ഞ സംഗതിയാണല്ലോ. അപ്പൊ അതിനുശേഷമാണോ ഈ ഒരു ഇപ്പൊ അടുത്താണ് ഇപ്പൊ നിങ്ങളതൊക്കെ മുറിച്ചിട്ട് ഇപ്പൊ ഇതായത് സുന്നിയായ നിങ്ങളൊക്കെ വലിയ സുന്നിയായത്? അല്ലാണ്ട് ഇപ്പം ബ്രൗസർ പൊന്തിച്ച് നോക്കി മറ്റേ മുറിക്കാത്ത സുന്നി എന്ന് പറയണെങ്കില് അന്ന് നിങ്ങളും വയ്യ നടന്നതാണല്ലോ കുറെ. അന്ന് നിങ്ങളത് മുറിച്ചിട്ടുണ്ടാവില്ല അല്ലെ? ഇപ്പൊ മുറിച്ച് വലിയ പൊന്നാനി പോയി മുറിച്ചും കൊണ്ട് വന്നായിരിക്കും അല്ലെ? അപ്പൊ അറിയുന്നതിന് എന്തെങ്കിലുമൊക്കെ വേണ്ടേ?
നമ്മൾ ഈ ഇന്ത്യ ഷെയ്ഖ് പറഞ്ഞപ്പോൾ നാടന്മാരാണ് നമ്മൾ കൂടുതൽ അറിവൊന്നുമില്ല. പക്ഷെ പറയുന്ന ഉൾക്കൊള്ളാനുള്ള മനസ്സ് നമുക്കുണ്ട്. അത് കേൾക്കാനും ചിന്തിക്കാനുള്ള കഴിവ് നമുക്ക് പഠിച്ചു നമുക്ക് അൽഹംദുലില്ലാ. അപ്പൊ ഇനി ഇതിന് അതിലെന്ത് പോസ്റ്റർ എന്ത് തെറിയോ അല്ലെ എന്ത് വേണം പറഞ്ഞോ എന്തും ഉണ്ടാക്കിയോ, പക്ഷെ അവസാന ശ്വാസം വരെ ഈ സുന്നിയായിട്ടും സുന്നത്തിന് വേണ്ടിയിട്ടും പ്രവർത്തിച്ച് തന്നെ ജീവിക്കാനാണ് ആഗ്രഹം. അപ്പൊ അതുകൊണ്ട് പലരും പറയുന്നുണ്ട് നിന്നെ എതിർത്ത് നിനക്ക് റീച്ച് ഉണ്ടാക്കിയാന്നുള്ള പലതും പറയുന്നുണ്ട്. ആരെന്ത് വേണം നമ്മളെ കൂട്ടുള്ളവൻ എന്ത് വേണം പറഞ്ഞോട്ടെ. പക്ഷെ നമ്മളൊരു ഇതിൽ അനുഭാവിയാന്നുള്ളവർക്ക്, അതല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുക പാകിസ്ഥാനും സംഘടന ഇഷ്ടപ്പെടുന്ന ദീനും സുന്നത്ത് ജമാഅത്ത് ഇഷ്ടപ്പെടുന്നുള്ളവർക്ക് നമ്മൾ അങ്ങനെ തന്നെ നമ്മൾ പ്രതികരിക്കുന്നത്. നമുക്ക് സ്റ്റേജ് കെട്ടി പറയാനോ അല്ലെ ഒന്നും നമുക്കറിയില്ല, എനിക്കറിയില്ല. മദീന കൂടുതൽ നമ്മൾ നാടന്മാർ തന്നെയാണ്. നമ്മൾ 7ാം ക്ലാസ് 8ാം ക്ലാസ് മദ്രസ പഠിച്ചാളാ, കിതാബ് നോക്കി പറയാനൊന്നുമില്ല. പക്ഷെ അന്ന് പഠിച്ചത് അത് ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള ഒരു ഇത് തൗഫീഖ് അല്ലാഹ് നൽകി. ഇതുവരെ മുന്നോട്ട് അല്ലാഹ് അത് നൽകട്ടെ. അപ്പൊ അത് വെച്ചിട്ട് തന്നെ വ്യക്തമായ ശക്തമായ നാടന്റെ രീതി തന്നെ നമ്മൾ പറയൂ. നീ ഏത് വഹാബികളോടായാലും നീ ഏത് നിന്നെപ്പോ വലിയ കുരുവെട്ടുകളികളോടായാലും അത് വെച്ചിട്ട് തന്നെ നമ്മൾ പറയൂ. അപ്പൊ പറയുന്നതിനൊരു ഉൾക്കൊള്ളാനുള്ള ഇത് ആദ്യം വേണം. എന്തെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞു പോയിട്ട് നാലാള് കേൾക്കാനോ ചിരിക്കാനോ പറയാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഭീഷണി പരദൂഷണം പറയാൻ നല്ല സുഖമാണ്. പക്ഷെ അതിന്റെ പൊരുളെന്താന്നുള്ള ആദ്യം മനസ്സിലാക്കണ്ടേ. അല്ല ഇതിനൊന്ന് മറുപടി പറയണം കേട്ടോ. ഏതായാലും എന്നുവെച്ചാല് സുന്നത്ത് നിങ്ങൾ കുറച്ചാ സുന്നിയായിട്ട് സുന്നിയായിട്ട് ജീവിച്ച ഒരാളാണല്ലോ വലിച്ചെറിയുന്ന മുന്നേ വരെ. അപ്പോ അന്ന് നിങ്ങളത് മുറിച്ചിനോ അല്ലെങ്കിൽ മുറിക്കാണ് നടന്ന അതിനൊന്നുള്ളത് ഒന്ന് പറഞ്ഞു തരണേ. ഏതായാലും